ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് കുറേ പണി ചെയ്തിരുന്നു കേട്ടോ. പശുവിന് ചക്ക വെട്ടിയായിരുന്നു, കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. വെട്ടി അതിൻ്റെ മടൽ ഞാൻ വെട്ടി അരിഞ്ഞ് കഴിച്ചു 2 പശുക്കൾക്കും. അത് ഞാൻ ആദ്യം അത് വെട്ടാതെ ഇട്ട് കൊടുത്തു. അപ്പം പക്ഷേ പശുക്കൾക്ക് തിന്നാൻ പാടായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കുഞ്ഞ് തടിയെ വെച്ച് ചെറുതാക്കി അരിഞ്ഞങ്ങ്. അപ്പോൾ അതുകൊണ്ട് പാകം തോന്നി. പിന്നെ ഓൾറെഡി കപ്പക്കോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എരിഞ്ഞ്. അതും പിന്നെ ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ ഈച്ച വരുമല്ലോ എന്നോർത്ത് അരിഞ്ഞങ്ങ് അതും കൂടെ അങ്ങ് കൊടുത്തേച്ചു. അതുകൂടെ കഴിഞ്ഞ് പിന്നെ അവരുടെ ആഹാരം ഇട്ട് കൊടുക്കുന്ന അവിടെ വന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചും വൃത്തിയാക്കി. അത് എപ്പോഴും അല്ലെങ്കിലും വൃത്തിക്ക് ഇടും. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴും പുള്ളിയാണ് കൂടുതലും പശുക്കളെ നോക്കുന്നതാണെങ്കിൽ കാണാനൊക്കെ. രാവിലെ പുള്ളിയെല്ലാം വാരി അത് നല്ലതായിട്ട് കുളിപ്പിച്ച് അവിടെ വൃത്തിയാക്കി. പിന്നെ വൈകുന്നേരം ചേച്ചി അവൾ കാണാൻ വരും. അവൾ പശുവിന് കപ്പക്കോര് വരും. പിന്നെ ഞാനിതിപ്പോൾ ഇന്നിങ്ങനെ ചക്ക വെട്ടിയത് കൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനതൊന്നും ചെയ്യത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവൾ പശുവിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കയും കടലപ്പിണ്ണാക്കോ ഒക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അവിടെ നനയ്ക്കാൻ പോയത്. ആ സമയത്ത് ഞാൻ പിന്നെ ഇത് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ആ വെള്ളം എടുത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ കന്നാലിക്കൂടിൻ്റെ മുന്നിൽ കൊണ്ട് വെച്ച്. എന്നാന്ന് വെച്ചാൽ അത് തിന്ന് കഴിയുമ്പോൾ പിന്നെ കൊടുക്കാൻ എളുപ്പമാവില്ല. അത് എടുത്ത് കൊടുത്ത് പിന്നെ അതിനോടിടയ്ക്ക് ഞാൻ പിന്നെ മോട്ടറൊക്കെ നിർത്താൻ പറഞ്ഞു. അവൾ ചേച്ചി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് മോട്ടറൊന്ന് നിർത്താൻ പറഞ്ഞു. അത് പിന്നെ നിർത്തിയിട്ട് അങ്ങനെ അവിടെ അതൊക്കെ ചെയ്ത് ഇപ്പം ഞാനിവിടെ അടിച്ചുകൊണ്ടിരിക്കുക. വൃത്തിക്ക് കിടക്കുമ്പോൾ നമുക്കാണേലും അത് വൃത്തിക്ക് ഇടാൻ തോന്നും. അല്ലാതെ വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ഭാഗത്തോട്ട് തിരിഞ്ഞു. ഇത് ഓൾറെഡി വൃത്തിയാണ്, നല്ല ക്ലീനാണ്. അപ്പോൾ എനിക്കും സന്തോഷം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെയും വൈകുന്നേരവും എപ്പോഴും പെരയ്ക്കാലും അടിച്ചു തുടയ്ക്കുന്ന ഒരു കൂട്ടത്തില്ല. മിറ്റമൊക്കെ അടിക്കും. അവരെല്ലാവരും അതെട്ടോ. നല്ല ഞങ്ങൾക്കത് ആ കാര്യത്തിലൊരു നിർബന്ധമാണ്, എപ്പോഴും വൃത്തിക്കിടുന്നു. അതുപോലെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ശ്രേയാണെങ്കിൽ എൻ്റെ പൊന്നോ അകത്തിരുന്നുകൊണ്ട് പ്രേതത്തിൻ്റെ പോലത്തെ എന്തോ പരിപാടി ടി വിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അതോട് ഞാൻ പറഞ്ഞു, പരിപാടി നിർത്തിയിട്ട് പോയി വല്ല ബൈബിളും വായിക്കും. അതിന് പോയിട്ടുണ്ട്. വള്ളുകുടിയിൽ പോയില്ല, പനിയായിരുന്നു. വേളാങ്കണ്ണിയിലൊക്കെ പോയി വന്നായിരുന്നു. വന്നു കഴിഞ്ഞ കൊണ്ടൊക്കെ അവർക്കൊരു ചെറിയ പനിയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം അവിടെ പനിയൊക്കെ കുടിച്ച് ഇപ്പം അവളോട് വന്നു. പിന്നെ ലൂക്കാച്ചനാണെങ്കിൽ എൻ്റെ പൊന്നെ ഏത് സമയം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. ലൂക്കാച്ചൻ ഇന്ന് രാവിലെ അകത്ത് കയറ്റിയെന്ന് വെച്ചാൽ അവനെ എൻ്റെ ചെരുപ്പ് ഏത് സമയം ഇങ്ങനെ എൻ്റെ എന്നല്ല എല്ലാവരുടെയും ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഭയങ്കര കടിച്ച് മുറിക്കും. ഇപ്പം എൻ്റെ കാലയിൽ അവൻ്റെ നോട്ടം മൊത്തം എൻ്റെ ചെരുപ്പ് ഒരെണ്ണം ഓൾറെഡി പറിച്ച് വെച്ചിരിക്കുക. പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോയി പശുവിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. പശുവിന് കൊടുക്കും. കുറച്ച് കഴിയുമ്പം കൊടുക്കുന്നുള്ളൂ. ഇപ്പം കൊടുക്കത്തില്ല. അല്ലാത്ത എല്ലാം ഇടയ്ക്ക് വെച്ചേക്കും. അതെന്നാന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൊത്തം അവർ തിന്നിയല്ല. അതുകൊണ്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് വന്നിട്ടാണ് അത് കൊടുക്കാനിരിക്കുന്നത്. വെള്ളം 2 വെള്ളം, ഒന്ന് കറക്കുന്ന പശു, ഒന്ന് കറക്കാത്ത പശു. വലിയ ബക്കറ്റിൽ കറക്കുന്ന പശുവിനും കൊടുക്കും, ചെറിയ ബക്കറ്റിൽ ചെറിയ പശുവിനും കൊടുക്കും. അതും കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നത് ചക്ക ഞാൻ തന്നെ അരിഞ്ഞത്. അവൾ ചേച്ചി വെട്ടിത്തന്ന് ഞാനങ്ങ് ഇരിഞ്ഞ് വെച്ച് അത് എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊന്ന് കഴുകണമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അതും കൂടെ അങ്ങ് കഴുകി വെച്ചേക്കാം, ഏതായാലും എല്ലാം ചെയ്യുമല്ലേ. അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളും കഴുകാനായിട്ട് ഇരിക്കുക. ഒരു കഞ്ഞിക്കലവും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് ഓർത്തു.
അതെല്ലാം കഴുകിക്കൊണ്ടിരിക്കും. അപ്പം ഇനി അതും കഴുകി വെച്ച് കഴിയുമ്പം പിന്നെ നമ്മുടെ ചെടികളൊക്കെ അത് ഓൾറെഡി നനച്ചായിരുന്നു. അത് ഈ എന്തോന്നാ നമ്മുടെ ഇവിടെ ഭയങ്കര ഹരമാണ് ഈ ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ എന്നെക്കാളും ഇഷ്ടം ചേച്ചിക്ക്. അവളതുകൊണ്ട് എല്ലാം ചെടിക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് വരെ ഉണ്ടാക്കിച്ചിട്ട് അതിനെന്ന് വെച്ചാൽ ഭിത്തിയിൽ മുറ്റത്തെ എന്നാ അതിന് പറയണേ, തിരിച്ചിരിക്കുന്ന മുറ്റം കെട്ടിയിരിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തവും ചെളിയാവും. മണ്ണ് ചെടിച്ചട്ടിയിൽ നിന്ന് ഇറങ്ങണ മണ്ണ് താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് അതവിടെ വെക്കണ്ടെന്നും പറഞ്ഞ് അവർ വേറൊരു പ്ലാൻ ചെയ്ത് അതിനുള്ള സ്റ്റാൻഡ് പണിത് താഴെ മുകളുമായിട്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് പണിത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അതേ കൂടെ ഒഴിച്ചാലും താഴോട്ട് മണ്ണിലോട്ട് തന്നെ പൊക്കോളൂ. ഇതാകുമ്പോൾ ഭിത്തിയെ കൂടെ ഒഴിക്കും, ഭിത്തി മെനക്കേടാവും. ഇനി ആ ഭിത്തിയെല്ലാം ക്ലീൻ ചെയ്യണം. അത് എന്ന് വെച്ചാൽ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയില്ലാതെ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിനോടിടയ്ക്ക് എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി കൊണ്ടിരിക്കുന്നു. ഒരു പാത്രം കഴുക്ക് ഒരു ടാസ്കാണ്. അങ്ങനെ അതെല്ലാം കഴുകി കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ പോയി നോക്കും. നമ്മുടെ ലൂക്കാച്ചനായാലും അവിടെ കിടന്നിട്ട് ലൂക്കാച്ചന് ചക്ക വെട്ടുമ്പോഴേ അവിടെ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. ഭയങ്കര ഇഷ്ടമാണ് ചക്കയെന്ന് പറഞ്ഞാൽ ചത്ത് കളയും അവൻ. അവൻ്റെ സെയിം സ്വഭാവം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ച് തിന്നുന്നത് എനിക്കിഷ്ടമില്ല. പച്ചയ്ക്ക് തിന്നാനും പഴുത്തതോ പുളിച്ചതോ ഒക്കെ ആയിട്ട് തിന്നാൻ. അതും കൂഴച്ചക്കയല്ല കേട്ടോ, വരിക്കച്ചക്ക എനിക്കിഷ്ടം. കൂഴച്ചക്ക എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ നമ്മുടെ ഇവിടെ ഒരു ചാമ്പ നിൽപ്പുണ്ട്. ആ ചാമ്പ ഇത് ബാംഗ്ലൂരൊക്കെ കിട്ടും, പക്ഷെ ആ ചാമ്പയ്ക്ക് ബാംഗ്ലൂർ ഊട്ടിയാപ്പിൾ എന്ന് പറയും. അപ്പോൾ അതിന് ആ ചാമ്പങ്ങ ഞാൻ ബാംഗ്ലൂർ നിന്നപ്പോൾ അവിടെ മാർക്കറ്റിൽ പോകുമ്പോൾ അതിൻ്റെ വില 200 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക്. എൻ്റെ പൊന്നെ, ഇവിടുത്തെ ചേച്ചിയുടെ വീട്ടിലകത്തേലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായി. അതും നല്ല മധുരം. അത് കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറയണ കേൾക്കാം. ഞാനതുകൊണ്ട് രാവിലെ വള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞ് 2 അത് പറിച്ച് തിന്നും. കാലി എംറ്റി സ്റ്റൊമക്കിൽ അത് പഠിച്ചിരുന്നു. നല്ല ഞാനതുകൊണ്ട് അവളോടും പറഞ്ഞു, ചേച്ചിയോടും പറഞ്ഞു, നീ തിന്നോടി നല്ലതെന്ന് പറഞ്ഞു. അവളും ഇപ്പം തിന്നാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ ആ ചാമ്പ ഞാൻ ആർക്ക് വേണേലും തരാം കേട്ടോ. ഇഷ്ടംപോലെ അവത്തെ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത സെറ്റും പൂത്ത് വരുന്നുണ്ട് ഉണ്ടാകാനായിട്ട്. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം എന്താ ചെയ്യുക? ഈ ചെടികളൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ളതല്ലേ. ആണോ? ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. നിങ്ങളെല്ലാവരും കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതാണ്. എനിക്ക് എല്ലാം തിരുത്താലോ. ഞാൻ എപ്പോഴും കറക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് അല്ല, അപ്പം തെറ്റുകളൊക്കെ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു സന്തോഷത്തോടെ സ്വീകരിക്കും. ഓക്കെ, ശരി ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.